നമ്മളെ ഇപ്പം പഴയ ആൾക്കാരൊക്കെ കുറെ കുറഞ്ഞ പുതിയ പുതിയ തലമുറയിലെ ആൾക്കാരൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതന്നെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ രാവിലെ തന്നെ ഇന്ന് പിന്നെ വയലിൽ നാട്ടിയെല്ലാം നടത്തുന്നുണ്ട്. അവിടത്തേക്ക് അങ്ങനെ വെറുതെ ഒന്ന് രസത്തിന് നടക്കാൻ ഇറങ്ങിയത്. അപ്പം അതിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ്. സുഖമില്ലാത്തതുണ്ട്, അതിനെല്ലാമായിട്ട് അങ്ങനെ റെസ്റ്റിലാണ്. എന്നാലും നമുക്കിത് ഇവിടുന്ന് നാട്ടിൻ്റെ ശബ്ദമെല്ലാം കേൾക്കുമ്പോൾ നമ്മളൊരു പഴയ ഓർമ്മ മനസ്സിലേക്ക് വരുവാണ്. അപ്പോൾ വെറുതെ ജസ്റ്റ് ഒന്ന് നിങ്ങളെല്ലാം കാണിക്കാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെറിയ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും, പഴമ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ടാവും. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കണ്ണൂർ ജില്ലയിൽ കൊളച്ചേരി പഞ്ചായത്തിൽ പാട്ടയം എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമമാണ് എൻ്റെ സ്ഥലം. അപ്പം ഏത് സ്ഥലത്ത് ടൂർ പോകുന്നതിനെക്കാട്ടിയും എനിക്ക് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ നാട്ടിലൂടെ യാത്ര ചെയ്യുമ്പോഴാണ്. കാരണം ചുറ്റും നല്ല പച്ചപ്പും പിന്നെ നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ കളിച്ച് വളർന്ന ആ ഒരു സ്ഥലവും അതെല്ലാം ഓർമ്മിക്കുമ്പം തന്നെ മനസ്സിന് ഒരു പ്രത്യേക സുഖമാണ്. മനസ്സ് പലപ്പോഴും അസ്വസ്ഥമാകുന്ന സമയത്ത് ഈ വയലിൻ്റെ അങ്ങേ തലക്കുന്ന് ഇങ്ങേ തലക്കേക്ക് കൈയും വീശി ഒന്ന് നടന്നാൽ തന്നെ നമ്മളെല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും. ഉഷാറായി പോയിച്ചോ. ടില്ലറില്ല ഇന്ന് ടില്ലറില്ല. ഇവരൊക്കെ തൊഴിലുറപ്പ് ജോലി ചെയ്യുന്നവരാണ്. ഇവരും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ കുറച്ച് പഴയ തലമുറയിലെ ആൾക്കാരും അതുപോലെ തന്നെ പുതിയ തലമുറയിലെ കുറച്ച് ആൾക്കാരും അങ്ങനെ ഒരു 9-10 ആൾക്കാരാണ് ഈ കൃഷി നോക്കി നടത്തുന്നത്. ഞാറ് പൊരിക്കുന്നതും നടുന്നതും എല്ലാം ജോലികൾ ചെയ്യുന്നത് തൊഴിലുറപ്പുകാർ തന്നെയാണ്. ഇവിടെ ഇപ്പം മെയിനായിട്ട് കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടില്ലർ കൊണ്ടുവരാനുള്ള സ്ഥലമില്ല. മുന്നേലും ടില്ലർ കൊണ്ടുവരുന്ന സ്ഥലം തന്നെയായിരുന്നു ഇത്. പക്ഷേ അത് കുറേ സ്വകാര്യ വ്യക്തികളെല്ലാം കയ്യേറി അവിടെ മതിലുകളെല്ലാം കെട്ടിയതിന് ശേഷം ഇപ്പം ടില്ലർ കൊണ്ടുവരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം ചെറിയ പിക്കപ്പ് വാനിലെല്ലാം കയറ്റിയിട്ടാണ് ഇവിടത്തേക്ക് ടില്ലറെല്ലാം കൊണ്ടുവരുന്നത്. അതന്നെ ഒരുപാട് ആൾക്കാരെ കയ്യേകാലെ പിടിച്ചിട്ടെല്ലാമാണ് വയലിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് പിന്നെ ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുറവ്. എത്ര മഴ പെയ്തിട്ടും വെള്ളം വയലിൽ നിൽക്കുന്നില്ല, പരമാവധി ഒഴുകിപ്പോകുന്ന അങ്ങനെയുള്ളൊരു സാഹചര്യമെല്ലാം ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ ഇവർ കുറേ പരിശ്രമിച്ച് വെള്ളമെല്ലാം കെട്ടി നിർത്തിയിട്ടെല്ലാം ഇപ്പം ചെയ്യുന്നത്. വെള്ളം കുറവുള്ളത് കൊണ്ട് ഞാറ് പൊരിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാണ് ഇവരോട് ചോദിച്ചെടുത്ത് ഇവർ പറഞ്ഞത്. ഞാറ് കഴിയുന്നത് അപ്പുറമൊന്നും വെള്ളമില്ല അല്ലേ? വെള്ളത്തിൻ്റെ ചളി പോകുന്നില്ല നാട്ടിൽ. പണ്ടെല്ലാം നമ്മളെ ഓർമ്മയിൽ പിന്നെ നാട്ടിക്കോട, അതേപോലെ നാട്ടിക്ക് തൊപ്പി, ഓലേനെ കൊണ്ടുള്ള തൊപ്പി, ഇതെല്ലാം ഉണ്ടായിട്ടുള്ളത്. നമ്മൾ പണ്ട് അച്ചാച്ചനെല്ലാം കൃഷി ചെയ്യുന്ന സമയത്ത് നമ്മൾ വയലിൽ പോയാൽ ആ കുടയെല്ലാം എടുത്തിട്ട് മഴയത്ത് കളിക്കലെല്ലാം നമ്മളെ പണി പണ്ടത്തെ. ഇപ്പോൾ ആ സ്ഥാനത്ത് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ കോട്ട് വന്നതുകൊണ്ട് അതുകൊണ്ട് കുറേ ഉപയോഗമുണ്ട്. കൃത്യമായിട്ട് മഴ നനയാണ്ട് പിന്നെ നല്ല കംഫർട്ടായിട്ട് ജോലി ചെയ്യുക എന്നുള്ളൊരു എളുപ്പം കൂടിയുണ്ട്. കാരണം കുടയും പിടിച്ച് നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള ചില ഗുണങ്ങളെല്ലാം ഉണ്ട്. ചില ദോഷങ്ങളും ചില ഗുണങ്ങളും. നമ്മളെ കാലഘട്ടത്തിനനുസരിച്ച് ജീവിച്ചോളൂ, അത്രയേ ഉള്ളൂ. ഹായ്, നമസ്കാരം. എന്തുണ്ട്? അപ്പോൾ ഓടിഞ്ഞേ 4 ദിവസമല്ലേ? ഞാൻ ഇന്നലെ വന്നിരുന്നു. അന്നേരം പിന്നെ ഇതെല്ലാം ഞാറിലെ പൊരിക്കുന്നത് അത്രേ. ഇന്നലെ ട്രാക്ടർ അടിച്ച് തീർന്നില്ല അല്ലേ? പണ്ടത്തെ കാലി പൂട്ടിയിട്ട് ചെയ്ത വയലല്ലേ ഇതല്ലേ ഇപ്പം ടില്ലർ അടിക്കുന്നത്. അപ്പോൾ പണ്ട് സുകേഷിൻ്റെ അച്ഛനെല്ലാം ഇവിടെ കാലി കൂട്ടല്. അപ്പം അതിൻ്റെ ഒരു ഇതുണ്ട്. പണ്ട് എനിക്ക് ഓർമ്മയുണ്ടാ മറ്റേ ഇത്തിരി മൂന്നായിട്ട് ആ സ്ഥലത്താണ് ഇപ്പം ട്രാക്ടറിൻ്റെ സൗണ്ട് അല്ലേ? കാലത്തിനൊരു മാറ്റം. നമ്മളും അതിനനുസരിച്ച് നീങ്ങിക്കോളും അല്ലേ? പണ്ട് ഈ വയൽ മുഴുവൻ സുകേഷിൻ്റെ അച്ഛനാണ് കാലി കൂട്ടിയിട്ടുണ്ടായിരുന്നത്. ആ ഒരു പാരമ്പര്യമാണ് ഇപ്പോൾ സുകേഷ്. അപ്പം വയലെല്ലാം കുറേ കാലം തരിശായിട്ട് ഇട്ടിട്ടാണ് ഉണ്ടായത്. ഇപ്പോൾ ഇവർ പിന്നെ തൊഴിലുറപ്പുകാരെല്ലാം കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വയലെല്ലാം വീണ്ടും നാട്ടി ആരംഭിച്ചിട്ടുള്ളത്. 3-4 വർഷം ഇവിടെ കൃഷിയൊന്നും ചെയ്യാത്തതിൻ്റെ ബുദ്ധിമുട്ട് ശരിക്കും കൃഷിക്കാർക്ക് അനുഭവിക്കുന്നുണ്ട്.
കാരണം എന്നാലും പിന്നെ പഴയ സ്ഥിതിയിലേക്ക് തന്നെ വയലുകളെല്ലാം ആക്കിയെടുക്കുന്നുള്ളൊരു ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ് ഇവരെല്ലാവരും ഉള്ളത്. ടില്ലർ ഓടിക്കുന്നത് നമ്മളെ പാട്ടയം പാടശേഖര കമ്മിറ്റീൻ്റെ ലക്ഷ്മണാട്ടനാണ്. 5 ഏക്കർ സ്ഥലത്താണ് ഇപ്രാവശ്യം ഇവർ കൃഷി ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇപ്പുറത്തെ സൈഡിൽ ഒരുപാട് ഇങ്ങനെ ഇപ്പോഴും കൃഷിയൊന്നും ചെയ്യാണ്ട് തരിശായിട്ടിട്ടാണ് ഉള്ളത്. വർഷമായി ഈ ഒരു തരിശായിട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്രാവശ്യം തൊഴിലുറപ്പാറും എല്ലാവരും കൂടി നമുക്ക് കൃഷി ഇറക്കാവുന്ന രീതിയിലേക്ക് വന്നു. പഞ്ചായത്ത് പിന്നെ കൃഷിഭവൻ്റെ നല്ലൊരു സപ്പോർട്ട് ഉണ്ടായി. ആദ്യം ട്രാക്ടറെ നമ്മൾ ഇറക്കിയത് വിത്തിടാൻ വേണ്ടിയിട്ട് ട്രാക്ടറെ ഇറക്കിയ. രണ്ടാമത് നാട്ടിക്ക് അടിക്കാൻ നോക്കുമ്പോൾ ട്രാക്ടർ പെട്ട് JCB വന്നു പിന്നെ കയറ്റി പോവുകയുണ്ടായത്. രണ്ടാമത് ആദ്യവും ടില്ലർ ഇറക്കിയിട്ടാണ് ആദ്യം കൃഷി ചെയ്യുന്നത്. കുറച്ച് ബുദ്ധിമുട്ടാണ്. വണ്ടിയിലെല്ലാം കയറ്റി കൊണ്ടുവന്ന് ടില്ലർ വണ്ടി കയറ്റി കൊണ്ടുവന്നിട്ടാണ് നമ്മൾ അടിക്ക് പിന്നെ ഈ നിരലിൽ ഇങ്ങനെ ഉറുദു മരിക്കുന്നത്. സാധാരണ മുന്നേ താഴത്തുനിന്ന് വഴി വരുന്ന അതെല്ലാം ഇപ്പോൾ ആൾക്കാർ ഘടകെല്ലാം കെട്ടി മുട്ടിച്ചിട്ടാണ് ഉള്ളത്. പഞ്ചായത്തോട് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും അതിനൊരു പരിഹാരം കാണുന്നില്ല. പിന്നെ പാടശേഖരത്തിൻ്റെ മമ്മിക്ക വറ്റിയാൾ പോരാട്ടം നടത്തിയിട്ട് അതാണിപ്പോൾ അതിൻ്റെ കേസിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലേ ട്രാക്ടർ എല്ലാം കൊണ്ടുവരാൻ തന്നെ? ട്രാക്ടർ വളരെ ബുദ്ധിമുട്ടാണ്. ഈ വണ്ടി കയറ്റിക്കൊണ്ടിരുന്നതിന് അത്ര സുരക്ഷിതമായ കാര്യമൊന്നുമല്ല. ഇത് ചിലപ്പോൾ ചെറിയ ഇതെല്ലാം പറ്റിക്കഴിഞ്ഞാൽ അപകടം ഉണ്ടാകുന്ന കേസാണ് ഇതൊക്കെ. എന്നാലും ഈ ബാക്കിയിലെ പാടശേഖരത്തിൻ്റെ അവരൊക്കെ നല്ല സപ്പോർട്ട് തന്നുകൊണ്ടാണ് ഈ കൃഷിഭവന് നല്ല സപ്പോർട്ട് തന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് കൃഷിയിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും ഈ തൊഴിലുറപ്പാറെല്ലാം കൂടിയിട്ട് ഒരുങ്ങിയിട്ട് ഞങ്ങളും കൃഷിയിലേക്ക് നല്ല ഒരു ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ ഇതൊക്കെ തുടർന്ന് ഇത് അങ്ങോട്ടേക്ക് പോകേണ്ട രീതിയിലേക്ക് തന്നെയാണ്. ഇനി യുവാക്കൾ ഇവര് രംഗത്തേക്ക് വരണമല്ലോ. നമുക്ക് ഒരു ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കണം അല്ലേ ശരിക്കും? ഉറപ്പാക്കണം. അപ്പോൾ നമ്മളെ ഇപ്പോൾ പഴയ ആൾക്കാരൊക്കെ കുറേ കുറഞ്ഞ് പുതിയ തലമുറയിലെ ആൾക്കാരൊക്കെ കൃഷി ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനിയും നല്ല രീതിയിലേക്ക് ഇത് പോകുന്ന തന്നെയാണ് വിശ്വാസം. ടില്ലറടിച്ച് കഴിയാനായ അതെല്ലാം ടില്ലറ മറന്നു പോകുന്നുണ്ടാവല്ലേ? നമ്മൾ ആദ്യമായി കൃഷിയിലിറങ്ങിയത് കുടുംബശ്രീ വക ജയൽജി ഗ്രൂപ്പാക്കിയിട്ടായിരുന്നു. നണിയൂറായിരുന്നു ആദ്യം തുടങ്ങിയിരുന്നത്. അത് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം ഇവിടെ കൃഷി ചെയ്തിട്ട് ഇവിടെയും കുറേ നിന്നു. 4 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യം തുടങ്ങിയത്. കൊറോണയായ ആ സമയത്തൊന്നും കൃഷി ചെയ്തിട്ടില്ല. ഇവിടെ പിന്നെ ടില്ലർ വരാണ്ടായി. ആദ്യം ടില്ലർ വരുന്ന ഭാഗങ്ങളെല്ലാം മുട്ടിച്ചു. പിന്നെ കൃഷി ചെയ്യാണ്ടായി. പിന്നെ നമ്മൾ കുറേ എന്തായാലും ഇപ്പോഴത്തെ പുതിയ തലമുറ കൃഷിയിലേക്ക് വന്നത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യം തന്നെയാണ് അല്ലേ? പുതിയ തലമുറയെല്ലാം എല്ലാം കൂട്ടിയിട്ടാണ് പഴയ തലമുറയും പുതിയ തലമുറയും പഴയ തലമുറയും എല്ലാം കൂടിയാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. കൃഷി വിജയകരമായി പോകണമെന്നുള്ള ആഗ്രഹത്തിലാണ് ട്രാക്ടർ കൊണ്ടുവന്ന് അതിവിടെ പട്ടുപോയി. അതുകൊണ്ട് പുതിയ ടില്ലർ കൊണ്ടുവന്ന് ടില്ലർ കയറ്റിയിട്ട് വാൻശാലക്കിറക്കി അവിടെ നിന്നാണ് വണ്ടി ഇവിടെ എത്തിച്ചത്. അപ്പോൾ ഇപ്പോൾ രണ്ടാമതും നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് പുതിയ ആൾക്കാർ പുതിയ തലമുറേനെയും കൂടി നമ്മൾ ഈ രംഗത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അതെ, പുതിയ തലമുറയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് തൊഴിലുറപ്പിന് മാത്രം പോയിട്ട് നാട്ടിൽ അറിയുന്നില്ല. അത് അറിയുന്നതുകൊണ്ട് നാട്ടിൽ ഇറക്കിയതാണ്. അതുകൊണ്ട് നാട്ടിൽ പഠിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ടല്ലേ? കാരണം നാട്ടിലെല്ലാം പഠിപ്പിച്ച് നെല്ലെല്ലാം കൊയ്തെടുത്താലേ നമുക്ക് തിന്നാൻ എന്തെങ്കിലും കിട്ടുള്ളൂ അല്ലേ? അതെ, ഈ പൈസ കൊടുത്ത് ചക്കൻ്റെ ഓടിച്ചോണ്ട് തിന്നണ്ടേ? അതന്നെ, നമ്മൾ നെല്ലോടി ഇട്ടിട്ട് അത് കൃഷി ചെയ്തിട്ട് വിഷമൊന്നും ഇല്ലാതെ നല്ല നെല്ല് അല്ലേ? നല്ല നെല്ലിന്റെ ചോറ് തിന്നാൻ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പം നാട്ടിൽ പഠിപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയാണ്. നല്ല മഴയാണല്ലേ? 3-4 കൊല്ലമായി നമ്മൾ നടാറ്. ഇപ്പൊ 4 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം അല്ലേ? അത്ര വരെ വെറും തൊഴിലുറപ്പന്നെ അല്ലേ? അത് നമുക്ക് തിന്നാൻ എന്തെങ്കിലും വേണം കൃഷി ചെയ്യണ്ടേ അല്ലേ? ഇത് പുതിയ തലമുറയിലെ ആളാണ് പറഞ്ഞു. എന്തുണ്ട് കൃഷിയുടെ അനുഭവം? നല്ല അനുഭവം തന്നെ അല്ലേ? ആദ്യമായിട്ട് കൃഷി ചെയ്യുന്നതല്ലേ? പഠിച്ചു വരുന്നേ ഉള്ളൂ അല്ലേ? നാളത്തെ അന്നത്തിനു വേണ്ടി തരിശുനിലങ്ങൾ വയലുകളാക്കി മാറ്റിയ പഴയ തലമുറയെ സ്മരിച്ചുകൊണ്ട് തന്നെ പുതുതലമുറയോട് ഒരപേക്ഷ. മണിമാളികകൾ പണിത് കഴിഞ്ഞെങ്കിൽ ഇനിയും ബാക്കി വരുന്ന വയലുകൾ ഒരു പിടി വിത്തുകൾ വിതറാൻ ബാക്കി വെക്കുക.
നാളെ നിങ്ങളുടെ മക്കൾ വിശന്ന് കരയുമ്പോൾ അവർക്ക് നേരെ വെച്ച് നീട്ടുന്ന നിങ്ങളുടെ പാത്രത്തിൽ അന്നമുണ്ടാകാൻ ഈ കർഷകരെ കൈപിടിച്ചുയർത്തുക.